ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. LDC 2024 4 ജില്ലകളിലെ കൂടി കൺഫർമേഷൻ കൊടുക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പ്രൊഫൈലിൽ കയറി കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് നമുക്ക് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 11/8/2024 വരെ നമുക്ക് സമയമുണ്ട്. അപ്പോൾ ഓഗസ്റ്റ് മാസം 11 വരെ സമയമുണ്ട്. അപ്പോൾ എല്ലാവരും പ്രൊഫൈലിലേക്ക് ഇപ്പോൾ കയറി കഴിഞ്ഞാൽ മൊത്തത്തിൽ സൈറ്റ് ഹാങ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ കൺഫർമേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതായത് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന നമ്പർ ഏതാണോ PSCയുടെ സൈറ്റിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തേക്കുന്നത്, ആ നമ്പറും അതേപോലെ തന്നെ നമ്മുടെ മെയിൽ ID ഉണ്ടെങ്കിൽ അതിലേക്കാണ് OTP വരുന്നതിന്. അതിനുശേഷം മാത്രമാണ് നമുക്ക് കൺഫർമേഷൻ ചെയ്തതിന് ശേഷം സബ്മിറ്റ് ആവത്തുള്ളൂ. അപ്പോൾ OTP വരാനായിട്ട് നിങ്ങളിപ്പോൾ പ്രൊഫൈലിൽ കയറി കഴിഞ്ഞാൽ മൊത്തത്തിൽ സൈറ്റ് ജാമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നിലവിൽ OTP വരാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തൽക്കാലം എന്ത് ചെയ്യുക, 2-3 ദിവസത്തേക്ക് മാറ്റിയതിന് ശേഷം മാത്രം കൺഫർമേഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഭയങ്കര ജാമായതുകൊണ്ട് തന്നെ നമുക്ക് നിലവിൽ നമ്മുടെ തിരുവനന്തപുരം ഉദ്യോഗാർത്ഥികളുടെ ഹോൾ ടിക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അവരവിടെ ഓൾറെഡി ഉണ്ടാവും. അതേപോലെ തന്നെ പുതിയതായിട്ട് ഒക്ടോബറിലെ കലണ്ടർ അനുസരിച്ച് 4 ജില്ലകൾക്കാണ് നിലവിൽ കൺഫർമേഷന് വേണ്ടി വന്നിരിക്കുന്നത്. ഒന്ന് എറണാകുളം, ഒന്ന് വയനാട്. ഒക്ടോബർ 5-നാണ് അവർക്ക് എക്സാം വരുന്നത്. മലപ്പുറം, ഇടുക്കിയാണെങ്കിൽ ഒക്ടോബർ 19-നുമാണ് എക്സാം വരുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്കിയുള്ള ജില്ലകളിലെ കൂടി ഒന്ന് പറയാം എക്സാമിൻ്റെ ഡേറ്റ്. തിരുവനന്തപുരം നമുക്കറിയാം, കൂടുതൽ ഇനി പറയേണ്ട കാര്യമില്ല. ജൂലൈ 27-നാണ് തിരുവനന്തപുരം ഉദ്യോഗാർത്ഥികളുടെ. അതേപോലെ തന്നെ കൊല്ലം, കണ്ണൂരാണെങ്കിൽ ഓഗസ്റ്റ് 17-നാണ് എക്സാം വരുന്നത്. പത്തനംതിട്ട, തൃശ്ശൂർ, കാസർഗോഡ് ആണെങ്കിൽ ഓഗസ്റ്റ് 31-നാണ്. ആലപ്പുഴ, പാലക്കാട് ആണെങ്കിൽ സെപ്റ്റംബർ 7-നാണ് എക്സാം വരുന്നത്. കോട്ടയം, കോഴിക്കോട് ആണെങ്കിൽ സെപ്റ്റംബർ 28-ന്. അപ്പോൾ ഇങ്ങനെയാണ് എക്സാം ഡേറ്റ് ബാക്കിയുള്ള ജില്ലകളിലെ. 10 ജില്ലകളിലെ ഓൾറെഡി വന്നിരുന്നു. ബാക്കി 4 ജില്ലകളാണ് ഇപ്പോൾ ഒക്ടോബർ മാസത്തിലെ കലണ്ടർ അനുസരിച്ച് വന്നത്. അതാണ് ഈ 4 ജില്ലകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സൈറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ കൺഫർമേഷൻ കൊടുക്കാനായിട്ട് നിലവിൽ 2 കാറ്റഗറി നിലവിൽ നമുക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. ഒന്ന് ക്ലർക്കാണ്, വേരിയസ് ഡിപ്പാർട്ട്മെന്റ്. അതേപോലെ തന്നെ കേരള ബാങ്ക് ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറയുന്ന 065/2024 കാറ്റഗറിയിൽ അതും സെയിം ഡേറ്റ് തന്നെയാണ് നമുക്ക് വരുന്നത് കൺഫർമേഷൻ കൊടുക്കാനായിട്ട്. ലാസ്റ്റ് ഡേറ്റും 11/8/2024 വരെയും അതിനും സമയമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാ ഉദ്യോഗാർത്ഥികളും കൺഫർമേഷൻ 1-2 ദിവസങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം, കാരണം പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, കാരണം നമ്മൾ ഈ കൺഫർമേഷൻ കൊടുക്കാനായിട്ട് OTPക്ക് വേണ്ടി വീണ്ടും മെസ്സേജ് സെൻഡ് ചെയ്യുന്നു, വീണ്ടും റീസെൻഡ് ചെയ്യുന്നു. ചിലപ്പോൾ അങ്ങനെ 1-2-3 തവണയൊക്കെ റീസെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ സൈറ്റിന് എന്തെങ്കിലും ജാം ആവോ, എന്തെങ്കിലും എററൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ശരിയാക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിലൊക്കെ നല്ലത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ നമ്മുടെ സെർവർ കറക്റ്റ് ആവുക, അതേപോലെ തന്നെ നെറ്റും ഓക്കെ ആവുന്ന സമയത്ത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇഷ്ടംപോലെ സമയം നമുക്കുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ എന്തായാലും നമ്മുടെ ടെലഗ്രാം ചാനലിലും അതേപോലെ തന്നെ എന്താണ് നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ മെസ്സേജ് ഇടും. എന്തായാലും ഒരു 3 ദിവസങ്ങൾക്ക് മുമ്പ് മുതൽ എല്ലാ ചാനലുകളിലും ഇടുന്നതായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഒക്കെ സെപ്പറേറ്റ് ടെലഗ്രാം ചാനൽ ഉണ്ടെങ്കിൽ അതിലൊക്കെ അവർ ഇടുന്നതായിരിക്കും കൺഫർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയി എന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, ധൃതി പിടിക്കാതെ സാവധാനം അത് കൺഫർമേഷൻ കൊടുത്താൽ മതി. നെറ്റൊക്കെ ഓക്കെ ആയി അതേപോലെ തന്നെ സെർവറൊക്കെ ഡിലേ ഒക്കെ മാറിക്കഴിയുമ്പോൾ കൊടുത്താൽ മതി. ചിലപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ശരിയാക്കാനൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് പിന്നെ അതിൻ്റെ ഒരു വിചാരത്തിൽ പഠനത്തെ അതൊരിക്കലും ബാധിക്കരുത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞത്. എല്ലാം ഓക്കെ ആയതിനു ശേഷം മാത്രം എന്ത് ചെയ്യുക, കൺഫർമേഷൻ കൊടുക്കുക. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, PSC നിലവിൽ ഇതുവരെ പറഞ്ഞിരിക്കുന്നത് കൺഫർമേഷൻ കൊടുത്ത ഉദ്യോഗാർത്ഥികൾ 3 തവണ 3 ടൈംസ് എങ്കിലും അവരെ എക്സാമിന് അറ്റൻഡ് ചെയ്യാത്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്ക് ഇനി നമ്മുടെ സൈറ്റ് എന്താണ് ബ്ലോക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതുവരെ നിലവിൽ ആർക്കും അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ കൺഫർമേഷൻ കൊടുക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ ഉത്തരവാദിത്തമാണ് നിലവിൽ എന്ത് ചെയ്യുക എന്നുള്ളത്, എക്സാം എഴുതുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ കൺഫർമേഷൻ കൊടുത്ത എല്ലാവരും തന്നെ എന്ത് ചെയ്യണം, എക്സാം എഴുതാനായിട്ട് പോവുകയും വേണം. അപ്പോൾ അങ്ങനെയുള്ളവരാണ് എക്സാമിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാമുള്ളൂ, കൺഫർമേഷൻ കൊടുക്കാമുള്ളൂ. ഓക്കെ, കാരണം ഇനി നമ്മുടെ ഒരു കഷ്ടകാലത്തിന് അടുത്ത ദിവസങ്ങളിൽ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് പിന്നീടും പ്രശ്നമാവും. കാരണം ഇനിയുള്ള എക്സാമുകളൊക്കെ നമുക്ക് എഴുതാനുള്ളതാണ്. ഡിഗ്രി ലെവൽ എക്സാംസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും നമ്മുടെ എന്താണോ നമ്മുടെ ക്വാളിഫിക്കേഷൻ അതിൻ്റെ പീക്ക് ലെവലിലുള്ള ജോബിലേക്ക് തന്നെ എല്ലാവരും എത്തിച്ചേരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരു ജോലിക്ക് കയറി കഴിഞ്ഞാലും വീണ്ടും എക്സാമുകളൊക്കെ എഴുതി എന്ത് ചെയ്യുക, അതിലും വലിയ വലിയ ജോലികളിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. നാളെ നമുക്ക് മലയാളത്തിൻ്റെയും അതേപോലെ തന്നെ IT യുടെയും ക്ലാസ് ഉണ്ടാവും. അപ്പോൾ അത്
നമ്മൾ 2021 to 2024 ഫുള്ള് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടുള്ള ഒറ്റ ക്ലാസ്സിൽ നമ്മൾ തീർക്കുകയാണ്. അതേപോലെ തന്നെ ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ്സും അതിന്റെ കൂടെ തന്നെ ഇൻക്ലൂഡ് ചെയ്തായിരിക്കും പോകുന്നത്. അതേപോലെ SCRT NCRT ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് കൂടി നമുക്ക് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. SCRTയുടെ ഒരു ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതുകൂടി അങ്ങ് ചെയ്ത് തീർക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരു മാരത്തോൺ പോലെ തന്നെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ കൺഫർമേഷന്റെ കാര്യം എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് കരുതുന്നു. അപ്പോൾ ഇങ്ങനെ ഡേറ്റുകളിലാണ് ബാക്കിയുള്ളവരുടെ എക്സാം ഡേറ്റും. അപ്പോൾ കൺഫർമേഷൻ കൊടുക്കുക. അതേപോലെ തന്നെ LDCയുടെ എക്സാം ഡേറ്റ് ഇത്രയാണ് വന്നിരിക്കുന്നത് എന്നുള്ളതും ഒന്ന് മനസ്സിലാക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ധൃതി പിടിക്കേണ്ട, ഒത്തിരി തവണ റീസെൻഡ് ചെയ്ത് സൈറ്റ് ഒന്നും എന്ത് ചെയ്യേണ്ട, ബ്ലോക്ക് ചെയ്യേണ്ട കാര്യമില്ല. സാവധാനം ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും കാര്യമാണ് പറയാനുള്ളൂ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.